കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 12 വയസ്സുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിച്ചത്. സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയും അന്വേഷണം തുടങ്ങി. കുട്ടിയുടെ പിതാവ് മാമച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, ആദ്യം പറഞ്ഞത് ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇത് മാമച്ചന്റെ ഭാര്യ പിണങ്ങി മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ മക്കളുമായി ചേർന്ന് ഒരു പ്രാങ്ക് വീഡിയോ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരികയാണ്. മാത്രമല്ല, മാമച്ചനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകരടക്കം കുട്ടികളുമായി സംസാരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ദേവിക, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ പിതാവായ ജോസ് എന്ന മാമച്ചനെ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഈ പിതാവ് 8 വയസ്സുള്ള പെൺകുട്ടിയെ മുഖത്തും അതുപോലെ തന്നെ മുഖത്ത് 2 തവണ അടിക്കുന്നുണ്ട്. കൂടാതെ എടുത്ത് നിലത്തെറിയാനൊരു ശ്രമവും നടത്തുന്നുണ്ട്. തൊട്ട് പിന്നാലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ 12 വയസ്സുകാരൻ്റെ ഒരു സെൽഫി വീഡിയോയും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. അതിൽ പറയുന്നത് അമ്മ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം, ഞങ്ങളെ കൊണ്ടുപോകണമെന്നൊരു ആവശ്യമാണ് ആ കുട്ടി അതിൽ ഉന്നയിക്കുന്നത്. ഈ സംഭവം വീഡിയോ പ്രചരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ പോയി കുട്ടികളോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കുട്ടികൾ തന്നെയാണ് ഈ പോലീസിനോട് പറഞ്ഞത് ഇത്തരത്തിൽ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ്, അമ്മയും അച്ഛനും പിരിഞ്ഞ് താമസിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അമ്മ ഈ പിണങ്ങി കഴിയുന്ന അമ്മ തിരിച്ചു വരാൻ വേണ്ടിയാണ് തങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറക്കിയ എന്നൊരു കാര്യമാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസ് കേസെടുക്കാതെ മടങ്ങി വരികയും ചെയ്തു. എന്നാൽ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും അത് വലിയ ചർച്ചാ വിഷയമാവുകയും പോലീസ് കേസെടുക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് റൂറൽ SP-യുടെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുപുഴ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഈ വീഡിയോയിൽ കാണുന്ന ജോസ് എന്ന മാമച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റമുണ്ടോ, ഈ പിതാവ് ഈ കുട്ടികളെ തല്ലാറുണ്ടോ എന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതൊരു റിപ്പോർട്ടാക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട CWCയും അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവിക, മിഥുൻ, അതോടൊപ്പം തന്നെ ആദ്യം ഇത് പ്രാങ്ക് വീഡിയോ ആണ് എന്ന് പറയുമ്പോഴും ആ മർദ്ദന ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുഞ്ഞിനെ അടിക്കുന്നതും കുഞ്ഞു കരയുന്നതും എല്ലാം അതിൽ വ്യക്തമാണ്. അപ്പോൾ പ്രാങ്ക് വീഡിയോ ആണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ പോലീസിന്. മാത്രവുമല്ല, ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി കൂടുതൽ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. കുട്ടികളെ പ്രത്യേകം തന്നെ വിളിച്ച് സംസാരിക്കാനുള്ള സാധ്യതകളും ഉണ്ടല്ലോ അവിടെ. തീർച്ചയായും ചെയ്യുക. കാരണം ഈ പ്രാങ്ക് വീഡിയോ ആണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ഭീകരമാണ് ആ മർദ്ദനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം 2 തവണയാണ് ആ കുട്ടിയുടെ മുഖത്ത് ഈ പിതാവ് അടിക്കുന്നത്. മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ 8 വയസ്സുകാരായ പെൺകുട്ടിയെ എടുത്ത് നിലത്തെറിയാനൊരു ശ്രമം അയാൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, കയ്യിലൊരു കത്തി വെച്ചുകൊണ്ട് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ കാണിക്കുന്നത് എന്ത് തരം പ്രാങ്ക് ആണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതുതന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ വീഡിയോ കണ്ടിട്ട് പോലും എന്താണ് പോലീസ് കേസെടുക്കാതിരുന്നത്? കൊച്ചു കുട്ടികളുടെ വാക്ക് അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി ഈ പിതാവ് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് പോലീസ് കേസെടുക്കാതിരുന്നത് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. തൊട്ടു പിന്നാലെയാണ് റൂറൽ SP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ ഇടപെടുന്നതും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുപുഴ പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്തത്. ഏതായാലും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇത് പ്രാങ്ക് തന്നെയാണോ അല്ലെങ്കിൽ ഇത് മർദ്ദിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കുട്ടികളിൽ നിന്ന് തന്നെ നേരിട്ട് തേടാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക, ഇതിനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? കാരണം കുട്ടിയുടെ പിതാവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്.
തീർച്ചയായും ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഏതായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ചോദ്യം ചെയ്യലിന് ശേഷം ഈ കുട്ടികളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമേ ഒരു അന്തിമ വിവരത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. കാരണം ഈ വീഡിയോയെ സംബന്ധിച്ചെന്തെങ്കിലും കാര്യങ്ങൾ അവ്യക്തതയുണ്ടോ, അത് വ്യക്തത വരുത്തേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസിന്റെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിലൊരു കൃത്യമായൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് ചോദ്യം ചെയ്യലും തുടർ നടപടികളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ തന്നെ ഇതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക മിഥുൻ.